ഹായ് എവരിവൺ. അപ്പോൾ ഇന്നലെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചു വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് 100% മാർക്ക് നിങ്ങൾക്ക് കിട്ടിയാൽ ഞാൻ പറഞ്ഞത് ഒരു സ്റ്റെപ്പ് നിങ്ങൾ പ്രിലിംസിലേക്ക് അടുക്കും അല്ലെ. ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാമിനും 100% മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം ഷുവർ ആയിട്ടും കിട്ടും. ആ കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട. അപ്പൊ ചിലർ ചോദിച്ചു ഇന്നലെ എന്തുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ചു പറയുന്നതെന്ന്. നമ്മൾ സിലബസിലുള്ള കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട് അല്ലെ. സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മൾ SCRT ബുക്ക് പഠിച്ചു, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, അതുപോലെ തന്നെ റാങ്ക് ഫയലിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ എന്താണ്, എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. SCRT ബുക്ക് തൊട്ട് റാങ്ക് ഫയൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലെല്ലാം ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ 100% മാർക്ക് കിട്ടിയാൽ നിങ്ങൾ പ്രിലിംസ് പാസ്സാകും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പിന്നെ സയൻസിന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല. സയൻസ് നമ്മൾ കുറച്ച് പിന്നോട്ടാണെന്ന് അറിയാം. അത് എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ സയൻസിലെ സിലബസുകൾ കവർ ചെയ്യും. ഓക്കെ, ഇങ്ങനെ തന്നെ സിലബസ് സയൻസിലും നമ്മൾ ഓരോ ദിവസം ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് അടുത്ത ദിവസം തന്നെ ടെസ്റ്റ് നടത്തി എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുക, കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികൻ. ഓപ്ഷൻസ് വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്ത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം, മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത് ആര്? മൂന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് ആര്? നെക്സ്റ്റ് നോക്കാം. ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. അഞ്ചാമത്തെ ചോദ്യം, 1857 ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി. ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് എന്നാണ് ചോദിച്ചത്. അടുത്ത് നോക്കാം. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്നു മുതലാണ് വൈസ്രോയ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്ന് മുതലാണ് വൈസ്രോയ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വെല്ലൂർ കലാപം നടന്നത് എപ്പോൾ? വെല്ലൂർ കലാപം നടന്നത് എപ്പോൾ? 8. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. 1908 മദ്രാസ് സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് ആര്? 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചത്. 10ാമത്തെ ചോദ്യം, 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. 11. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി ആര്? 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? അവസാനത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്തവയിൽ ദാദാഭായ് നവറോജി INCയുടെ അധ്യക്ഷനല്ലാതിരുന്ന സമ്മേളനം ഏത്? താഴെ കൊടുത്തവയിൽ ദാദാഭായ് നവറോജി INCയുടെ അധ്യക്ഷൻ അല്ലാതിരുന്ന സമ്മേളനം ഏത് എന്നാണ് ചോദിച്ചത്. അപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ എഴുതിയതിനു ശേഷം മാത്രം നിങ്ങൾ തുടർന്ന് കാണാം. ഇനി നമ്മൾ ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികൻ ആരാണെന്നാണ് ചോദിച്ചത്. ആൻസർ മംഗൾ പാണ്ഡെ ആയിരുന്നു അല്ലെ. മംഗൾ പാണ്ഡെ ആയിരുന്നു ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിച്ചത്. അടുത്ത നോക്കാം. രണ്ടാമതായി ചോദിച്ചത്, മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആര്? മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത് നാനാ സാഹിബാണ്. നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം, 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത് കൺവർ സിംഗ് ആണ്. ഓക്കെ, 1857 വിപ്ലവത്തിന്റെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്
കൺവർ സിംഗ് ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. ഇവിടെ ചോദിച്ചത് 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാണെന്നാണ്. അത് കൺവർ സിംഗ് ആണ്. അടുത്തത് ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷം. ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്ന വർഷമാണ് 1848. 1848 ദത്താവകാശ നിരോധന നിയമം നിലവിൽ വന്നത്. അഞ്ചാമതായി ചോദിച്ചത് 1857 ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ഷാമലാണ്. 1857 ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാന എന്ന സ്ഥലത്ത് വിപ്ലവത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഷാമൽ. ആറാമത്തത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്നു മുതലാണ് വൈസ്രോയായി അറിയപ്പെടാൻ തുടങ്ങിയത്? 1858 ഓഗസ്റ്റ് 2. 1858 ഓഗസ്റ്റ് 2 മുതലാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ വൈസ്രോയ് എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ഏഴാമതായി ചോദിച്ചത് വെല്ലൂർ കലാപം നടന്നത് എപ്പോൾ എന്നാണ്. വെല്ലൂർ കലാപം നടന്നത് 1806 ജൂലൈ 10. ഓക്കെ, 1806 ജൂലൈ 10 വെല്ലൂർ കലാപം നടന്നത്. എട്ടാമതായി ചോദിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം 72 പ്രതിനിധികളാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇതെല്ലാം പിന്നെയും മെല്ലെ ഓരോന്നായി വായിക്കുന്നത് നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒന്നും കൂടെ ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ കുറച്ചും കൂടെ ശക്തിയില്ലാതെ നിൽക്കും. അതുകൊണ്ട് തന്നെ മറന്നു പോകാനുള്ള സാധ്യത കുറച്ചും കൂടെ കുറയും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് സ്ലോയിൽ തന്നെ പറയുന്നത്. ഒമ്പതാമതായി ചോദിച്ചത് 1908 മദ്രാസ് സമ്മേളനത്തിന് അധ്യക്ഷനായിരുന്നത് ആര്? 1908 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ആര്? റാഷ് ബിഹാരി ഘോഷാണ്. 1908 മദ്രാസ് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നത് റാഷ് ബിഹാരി ഘോഷ്. പത്താമതായി ചോദിച്ചത് 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് WC ബാനർജി. ഓക്കെ, WC ബാനർജിയാണ് 2 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി. ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ആവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഇവിടെ 2 തവണ എന്നതിന് പകരം ഡബിൾ തവണ എന്ന് ഓർത്തു വെച്ചാൽ മതി. ഓക്കെ, ഡബിൾ തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ചോദിച്ചതെന്ന് ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ ഡബിൾ എന്ന് പറയുമ്പോൾ W എന്നിവിടെ കാണാം, WC ബാനർജി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നത് ഈ 3 പേരുകളായിരിക്കും. അതിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് 2 തവണ എന്ന് കാണുമ്പോൾ ഡബിൾ തവണ കോൺഗ്രസ് പ്രസിഡന്റ് ആയത് ആരെന്ന് ഓർത്തു വെച്ചാൽ WC ബാനർജി എന്ന് ഓർത്തു വെക്കാം. ഇനി 3 തവണയാണ് ചോദിച്ചെങ്കിൽ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ദാദാഭായ് എന്ന് എഴുതിയത് തന്നെ കണ്ടില്ലേ? ദാ എന്ന് എഴുതിയത് 3 പോലെയാണ്. അപ്പൊ അത് ഓർത്തു വെച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 3 തവണ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി ആണെന്ന് കിട്ടും. അടുത്തത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് JB കൃപലാനിയായിരുന്നു. JB കൃപലാനിയായിരുന്നു ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. JB ജയിച്ചു ബ്രിട്ടീഷുകാർക്ക് എതിരെ. ഓക്കെ, അങ്ങനെ തന്നെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും JB കൃപലാനിയാണ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നത്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി പ്രസിഡന്റ് ആയത് പട്ടാഭി സീതാരാമയ്യയാണ്. അതുപോലെ തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ചോദിച്ചെങ്കിൽ സോണിയ ഗാന്ധിയാണ്. ഓക്കെ, അടുത്ത നോക്കാം. മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ എത്ര പ്രതിനിധികൾ പങ്കെടുത്തു? മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ 607 പ്രതിനിധികളാണ് പങ്കെടുത്തത്. 607 പ്രതിനിധികളാണ് മദ്രാസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 3ാം സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി 13ാമതായി ലാസ്റ്റ് ആയിട്ട് ചോദിച്ചത് താഴെ കൊടുത്തവയിൽ ദാദാഭായ് നവറോജി INCയുടെ അധ്യക്ഷൻ അല്ലാതിരുന്ന സമ്മേളനം ഏത്? നമ്മൾ പറഞ്ഞതാണ് ആദ്യമായി 3 തവണ INCയുടെ പ്രസിഡന്റ് ആയത് ദാദാഭായ് നവറോജിയാണ്. അത് ഏതൊക്കെ വർഷങ്ങളായിരുന്നു? ഫസ്റ്റ് 1886 കൊൽക്കത്തയിലായി. അടുത്തത് 1893 ലാഹോറിലായി.
മൂന്നാമതായി 1906 കൊൽക്കത്തയിൽ വെച്ചിട്ട് നടന്ന INC സമ്മേളനത്തിലും ദാദാഭായ് നവറോജി ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. അപ്പൊ ഇവിടെ ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് അല്ലാതിരുന്നത് 1910 നടന്ന അലഹബാദ് സമ്മേളനത്തിലാണ്. ഓക്കെ, ബാക്കി 3ലും ദാദാഭായ് നവറോജി ആയിരുന്നു INCയുടെ പ്രസിഡന്റ്. അപ്പൊ ഈ 13 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. 13ൽ 13ഉം ശരിയായവർ 100% ശരിയായവർ ഒന്ന് താഴെ കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരുന്നു. ഇങ്ങനെ എല്ലാ ദിവസവും 100% മാർക്ക് ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി 100% മാർക്ക് ലഭിക്കാത്തവർ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ തന്നെ ഈ രീതിയിൽ പോയതാണെങ്കിൽ നിങ്ങൾക്ക് പാസ്സാകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ കൂടുതൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്കും പ്രിലിംസ് പാസ്സാകാൻ പറ്റും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്